ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് രാവിലെ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് 10 മണിക്ക് വരണമെന്ന്. അതായത് നീറ്റ് എക്സാമിൻ്റെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു 4-ാം തീയതി വൈകിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആ പ്രിൻസിപ്പളും വേറെ ഒരു മിസ്സും കൂടി ചേർന്നിട്ട് ഒരു കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. എല്ലാം നുണയാണ്. ഒരു ഓഫീസിലേക്ക് ഞാൻ അനധികൃതമായിട്ട് കയറി ചെന്നു എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ കയറി ചെന്നിട്ടില്ല. ഒരു ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും എനിക്കറിയാം. തന്നെയുമല്ല, എക്സാം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ പോകുന്നത്. 6:10 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മളെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ ഇരകളാണ്. എൻ്റെ കുട്ടിക്ക് നിഷേധിക്കപ്പെട്ട നീറ്റ് പരീക്ഷയ്ക്കുള്ള 15 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ നഷ്ടപ്പെട്ടു. OMR ഫില്ല് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് എക്സാം കഴിഞ്ഞിട്ട് ആ 15 മിനിറ്റ് കുട്ടിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. ഇതായിരുന്നു എൻ്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. തന്നെയുമല്ല, 11 മണിക്ക് ഗേറ്റ് തുറന്ന് നീറ്റ് എക്സാമിന് കയറ്റേണ്ടുന്ന ഈ സ്കൂൾ മാത്രം മറ്റെല്ലാ സ്കൂളുകാരും കൃത്യമായിട്ട് ആ ഫോർമാലിറ്റീസ് പാലിച്ചിട്ടുണ്ട്. ഇവർ 1 മണിക്ക് വരാൻ പറഞ്ഞു. ആ 1 മണിക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കരമായിട്ടുള്ള ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ മനഃപൂർവ്വം ഒരു ക്രൗഡ് സൃഷ്ടിച്ചതാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും അതെ. കാരണം 1 മണിയാകുമ്പോൾ യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ ഇവർക്ക് പലരെയും അകത്തേക്ക് കയറ്റി വിടാനുണ്ടായിരുന്നു. അതാണ് അവിടെ നടന്നത്. അതുകൊണ്ട് എന്തായിരുന്നാലും ഹൈക്കോടതി മുഖേന മൂവ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച എന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അപ്പോൾ എനിക്കെതിരെ ഇല്ലാത്ത കഥകൾ ഏതോ ഒരു മുസ്ലിം ടീച്ചറെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എനിക്കെതിരെ ഞാൻ ഒരു മിസ്സിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് 5-ാം നമ്പർ റൂമിൽ നിന്ന് 2 ഇൻവിജിലേറ്റേഴ്സിൻ്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു മതവിഷയമാക്കി മാറ്റണം എന്ന് പ്രിൻസിപ്പലിന് എന്തോ നിർബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നന്ദി.